കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഗ്ലിസറേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കി. അത് ഓൾറെഡി നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹെർബൽ ടീ, നല്ലൊരു തിക്കായിട്ടുള്ള ഹെർബൽ ടീ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീമുകളിലായാലും ജെല്ലുകളിലൊക്കെ ആയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്യണം നന്നായിട്ട്. എന്നിട്ട് അത് നമ്മളൊരു പുഷ്പം അതിൻ്റെ അറ്റത്തുള്ളതൊക്കെ കളഞ്ഞിട്ട് ഫ്ലവർ മാത്രം എടുത്തിട്ട് നമ്മളത് മെഷർ ചെയ്യുക. ഒരു 20 ഗ്രാമാണ് ഞാനെടുത്തത്. അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡീമിനറൈസ്ഡ് വാട്ടർ നന്നായിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ബോയിൽഡ് വാട്ടർ നമ്മളിതിലേക്ക് ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവൻ, അതിലുള്ള ഗുണങ്ങൾ മുഴുവൻ, സത്ത് മുഴുവൻ ഇതിലേക്ക് വരാനായിട്ടാണ്. ഒരിക്കലും ഇതിട്ട് കുറേ നേരം തിളപ്പിക്കരുത്. ഇതിൽ ഒത്തിരി ഗുണങ്ങളുള്ള കാര്യങ്ങളെല്ലാം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും, പിന്നെ വലിയ ഗുണമില്ലാണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, ഇനിയിപ്പോൾ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കണം. 5 മണിക്കൂർ കഴിയുമ്പോൾ 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗ്ലാസ് ബോട്ടിൽസ് എല്ലാം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു ഫിൽട്ടർ, കണ്ണി അടുത്ത ഒരു ഫിൽട്ടർ വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഫിനോക്സിയത്തനോൾ യൂസ് ചെയ്യല്ലേ. കാരണം അതൊരിക്കലും പ്രിസർവ് ചെയ്യില്ല. അത് ബ്രോഡ് സ്പെക്ട്രം അല്ല. അതുകൊണ്ട് തന്നെ ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള വാട്ടർ സോലുബിളായിട്ടുള്ള പ്രിസർവേറ്റീവ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജിയോഗാർഡ് DCT ഒക്കെയാണ്. അപ്പോൾ അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് വിക്കോ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ജെർമൽ പ്ലസും ഈ പറഞ്ഞ പോലെ നല്ലതാണ്. ജെർമൽ പ്ലസ് പക്ഷേ ഒരു 1% ചേർക്കേണ്ടതായിട്ട് വരില്ല. 0.75 അല്ലെങ്കിൽ 0.50 ചേർത്താൽ മതി. ഇനി അത് നമുക്ക് എടുത്തു വയ്ക്കാം. 6 months to 1 year വരെ ഇതിരിക്കും. ഇനി ഇതുകൊണ്ട് നമുക്ക് ജെല്ലുകൾ ഉണ്ടാക്കാം. അതുപോലെ പല കാര്യങ്ങളിൽ, ഷാമ്പുകളിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ക്രീമിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.